ഹലോ ഗായ്സ്, എൻ്റെ വരുമ്പോൾ സഭയിലിറക്കും നമ്മുടെ ഭയങ്കര ഫേസിലോട്ടിറങ്ങും സ്വാഗതം. ഇന്ന് എന്തുണ്ടാക്കുന്നു പറയാൻ പോണേക്കാൾ മുമ്പ് ചെറിയൊരു ജോലിയുണ്ട്. ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഫാമിൽ പോവുക, കുറച്ച് ഇതൊക്കെ ഉണ്ടല്ല എന്തൊക്കെ കുറച്ച് സാധനമൊക്കെ എടുത്തിട്ട് അത്രേ ഉള്ളൂ. അത്രയും പണി ശേഷം നമുക്ക് മോഫാം നമുക്കുണ്ടല്ല റെയ്ഡ് വിളിച്ചാലോ. റെയ്ഡിൻ്റെ ഒരു വീഡിയോ ചെയ്യണം. ഇത് ജസ്റ്റ് സാധനം എടുക്കാം. നമ്മൾ ഒരുപാട് സാധനം എടുക്കണം. അത് നമുക്ക് എടുക്കാം. നമ്മുടെ എൻ്റർ ചെസ്റ്റ് യൂട്ടിലിറ്റി പെട്ടി എടുക്കട്ടെ. യൂട്ടിലിറ്റി പെട്ടി നമ്മുടെ ഇല്ലെന്നല്ല, ഉണ്ട്, ഒരുപാടുണ്ട്. യൂട്ടിലിറ്റി ഈ ബോ എടുക്കട്ടെ. നമുക്കെല്ലാം ഇതിൽ തന്നെ സോർട്ട് ചെയ്ത് വെക്കാം. ഇത് മൊത്തത്തിൽ സോർട്ട് ചെയ്യാൻ വല്ല വഴിയുണ്ടോ? ഒരു സോർട്ടിങ് മെഷീൻ ഉണ്ടാക്കിയാലും വേണ്ട. ഒന്നാമത്തെ ഷെൽക്കർ ബോക്സ് ഫുള്ളായിരുന്നില്ല. നമുക്കിനിയും പണിയുണ്ട്, ഒരുപാട് പണിയുണ്ട്. ഇത് റിമൂവ്സ് സ്പോൺ ആവണ അപൂർവമായിട്ടാണ്. ഇപ്പം തന്നെ 2 സോംബീസ് അപൂർവമായിട്ട് സ്പോണായി. അത് 3 സോംബീസ്. വല്ല മതമുണ്ടാകും. ഈ മണ്ണന്മാരും ഡ്രോപ്പ് ചെയ്തു. കൊല്ല എനിക്ക് സോംബീസ് പുറത്തിറങ്ങി വിചാരിച്ച്. മാരി രാത്രിയാക്കിയാൽ ഇനി വെള്ളത്തിൽ ഇറങ്ങി ഡ്രൗൺ ആവും. മറ്റോടെ വേണ്ട നോക്കണ്ട. ഈ സമയത്ത് വല്ല വന്നാണ്. ഈ പെട്ടിക്കകത്ത് പെട്ടി മൊത്തം എടുത്തേക്കാം. ഈ 2 പെട്ടി ഒന്ന് കൈ വെക്കാം. വാ, നമുക്ക് നമ്മുടെ ബേസിലോട്ട് പോവാം. ഞാൻ ബേസ് സെപ്പറേറ്റ് ചെയ്യും. നമ്മുടെ ഐറ്റംസ് കാർട്ട് പെട്ടിക്കകത്ത് സോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാക്കണം. പറഞ്ഞിട്ടുണ്ടല്ല, ഞാൻ ഒരു ബിൽഡ് ഉണ്ടാക്കിയിരുന്നു. അതെന്താണെന്നറിയോ? കാണിച്ചില്ല. വാച്ച് ടവർ ഞാൻ ഇന്ന് രാവിലെ ഒരുപാട് നേരം ബിൽഡ് ചെയ്തുണ്ടാക്കിയ വാച്ച് ടവറാണിത്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈ എപ്പിസോഡിൽ എനിക്ക് ഓഫ് ക്യാമറ വെച്ചുണ്ടാക്കിയ ഇതാണ്. ഞാൻ ഉള്ളിലോട്ട് പറഞ്ഞ കട്ടിത്തരാം. അപ്പം അത്രയുള്ളൂ.
നമ്മുടെ മെഗാ മോഫമല്ല വാച്ചവർ കണ്ട അടിപൊളി ഒരു ഹൈപ്പ് ഫീൽട്ടുണ്ട്. നമ്മുടെ ബേസിന് ജീവനുള്ള പോലുണ്ട് അല്ലേ അല്ലേ ഇത്. ഞാനിനി എന്ത് പണിപ്പിക്കാന് ഒപ്പിക്കുന്നല്ല, എന്ത് വീട്ടുണ്ടാക്കും. എൻ്റെ ആലോചനയ്ക്ക് എൻ്റെ ആലോചിക്കാനുള്ള സ്ഥലം ഇവിടെ, എൻ്റെ ആലോചന സ്ഥലം ഒരു സ്ഥലം വേണം, ഇൻട്രും ഔട്ടറും ഒക്കെ പറയാൻ പറ്റിയ സ്ഥലം. അതിന് ഉണ്ടാക്കിയാലോ? വേണ്ട, നിങ്ങൾ തിരിഞ്ഞിക്ക. അയ്യോ ഇത് കൊള്ളൂല. അങ്ങനെയാണെങ്കിൽ അതും കുഴപ്പമില്ല. നിങ്ങൾ തിരിഞ്ഞു നോക്കിയാലോ? ഞാൻ തിരിഞ്ഞിരിക്കണേ. എന്നിട്ട് ഹലോ ഗായ്സ്, എൻ്റെ പേര് നമ്മുടെ മൈൻക്രാഫ്റ്റ് സീരീസിൻ്റെ മറ്റേ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതെല്ലാം പൊരിക്കും, എവിടെ ഉണ്ടാക്കും? അതെല്ലാം പേടിക്കൂലേ? അതും മെഗാലെല്ലാം പേടിക്കും. നോക്കട്ടെ, ഇവിടെ നിൽക്കണ് തിരിഞ്ഞിക്കണ്. അപ്പോൾ എൻ്റെ എടുക്കുന്നുണ്ടോ? ഇത് മതി, നല്ലൊരു സ്ഥലം കാണാൻ. ഇനി എൻ്റെ വണ്ടി എന്താണെന്ന് വെച്ചാൽ ഇവിടെ പോവാ, ഇടക്ക് ശ്മശാനം, അവിടെ പോയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. നമ്മൾ എടുത്തിട്ടുണ്ട്, ഇതാണ് സ്ഥലം. അത് ഇവിടെ ഒരു മരുണ്ടാക്കണം എന്നുണ്ടായിരുന്നു ഞാൻ. ഇത് കണ്ടിട്ട് ഇതുപോലെയല്ല വല്ലാത്ത സ്ഥലം പോലെ ഉണ്ട്. കുറച്ച് മരുന്ന് തുടിപ്പിച്ചിട്ട് സെറ്റാക്കാം. അത് കുഴപ്പമില്ല, അടിപൊളിയായിരിക്കും. മരത്തുമ്പോൾ സ്കെൽട്ടൻ തൂങ്ങി കിടക്കുന്ന പോലെ ഉണ്ടാക്കിയാലോ? നോക്കാം. സ്കെൽട്ടന് തൂക്കിടാൻ പറ്റില്ല നമുക്ക്, അത് പ്രശ്നമാണ്. വേണ്ട, നമുക്ക് ഇന്ന് വേറെ എന്തെങ്കിലും ബിൽഡ് ചെയ്യാം. എന്ത് ചെയ്യും? എന്ത് ബിൽഡ് ഉണ്ടാക്കും ഞാൻ? ബിൽഡൊന്നും ഉണ്ടാക്കണ്ട, നിങ്ങൾക്ക് വേണ്ടല്ല. കുറച്ച് ട്രിക്ക് പഠിപ്പിച്ചുതരാം. ട്രിക്ക് എന്ന് പറഞ്ഞാൽ എൻജോയ്മെൻറ്റ്സ്, അതിനെ കുറച്ച് പഠിപ്പിച്ചുതരാം. അപ്പം എൻജോയ്മെൻറ്റ്സ് ഇല്ലേ, എൻ്റെ ആർമർ എടുത്ത് തന്നെ അഞ്ചാൽ മതി. എൻ്റെ ആർമറിന് ഇതെന്നുള്ളത് ഞാൻ തൊട്ടുള്ളൂ, പൊട്ടിപ്പോയി. അപ്പത്തിന് ഫസ്റ്റിൽ കാണിച്ചുതരാം. മൊത്തത്തിൽ ആർമർ സംഘം ഊറ്റി വെച്ചിട്ട് സെറ്റാക്കാം. ഷീൽഡും കൂടി വെച്ചിട്ട് അപ്പം പഠിപ്പിച്ചറിയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിപ്പിക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് തന്നെ ഹെൽമെറ്റ് തുടങ്ങാം. ഹെൽമെറ്റിലാണെങ്കിൽ റെസ്പിറേഷൻ, അഫിനിറ്റി, പ്രൊട്ടക്ഷൻ, ത്രോൺസ്, അൺബ്രേക്കിങ്, മെൻഡിങ്, ഇത്രയാണ് നമ്മുടെ ഹെൽമെറ്റ് ചേർക്കേണ്ടത്. കേട്ടാ, അൺബ്രേക്കിങ് മെൻഡിങ് മാത്രം ചേർത്തിയാൽ മതി. പിന്നെ ലെഗിൻസ്, പ്രൊട്ടക്ഷൻ, ഷിഫ്റ്റ് സ്നീക്ക്, ത്രോൺസ്, അൺബ്രേക്കിങ്, മെൻഡിങ്. അടുത്തത് ഇത് ബൂട്ട്, ഡെപ്ത് സ്ട്രൈഡർ, ഫെദർ ഫാളിങ്, പ്രൊട്ടക്ഷൻ, ത്രോൺസ്, സോൾ സ്പീഡ്, അൺബ്രേക്കിങ്, മെൻഡിങ്. ഷീൽഡിൽ അൺബ്രേക്കിങ് മെൻഡിങ് മതി. ചെസ്റ്റ് ബ്രേക്കിൽ അൺബ്രേക്കിങ്, മെൻഡിങ്, പ്രൊട്ടക്ഷൻ, ത്രോൺസ് ഇത്രയുള്ളൂ. ഇനി അടുത്തത് സോഡ്, അൺബ്രേക്കിങ്, മെൻഡിങ്, അൺബ്രേക്കിങ്, മെൻഡിങ്, ഫയർ റെസ്പെക്റ്റ്, ഷാർപ്പ്നെസ്, ലൂട്ടിങ്, നോക്ക് ബാക്ക്, സ്ലീപ്പിംഗ് എഡ്ജ് ഉണ്ട്, എടുക്കാൻ പറ്റും.
അൺബ്രേക്കിംഗ്, മെൻഡിങ്, സിൽക്ക് ടച്ച്, എഫിഷ്യൻസി. ആക്സിൽ അൺബ്രേക്കിംഗ്, മെൻഡിങ്, എഫിഷ്യൻസി, സിൽക്ക് ടച്ച്. ഷവലിലും അൺബ്രേക്കിംഗ്, മെൻഡിങ്, എഫിഷ്യൻസി, സിൽക്ക് ടച്ച്. ഹോയോ അങ്ങനെ തന്നെ അൺബ്രേക്കിംഗ്, മെൻഡിങ്, എഫിഷ്യൻസി, സിൽക്ക് ടച്ച്. അത്രേ ഉള്ളൂ. എഫിഷ്യൻസി ഉണ്ട് കേട്ടോ എല്ലാത്തിലും. പിന്നെ ബോയിലാണെങ്കിൽ അൺബ്രേക്കിംഗ്, മെൻഡിങ് വേണമെങ്കിൽ ചേർക്കാം. അൺബ്രേക്കിംഗ് ഇൻഫിനിറ്റി എടുത്താൽ മെൻഡിങ് ചേർക്കാൻ പറ്റില്ല. അൺബ്രേക്കിംഗ്, ഫ്ലെയിം, ഇൻഫിനിറ്റി, പഞ്ച്, പവർ. അത്രേ ഉള്ളൂ. ഇത്രയും സാധനം ചേർത്താലാണ് നമ്മുടെ ഐറ്റം റെഡിയാകുന്നത്. ഇതിടുമ്പോണ്ടല്ല ഒരു മെഗാ ലുക്കാണ്. ഈ ടൂൾസ് ആൻഡ് ആർമേഴ്സ് അത് ശരിയാക്കട്ടെ. നിങ്ങൾ അപ്പോൾ നിങ്ങൾ ഇനി വീട്ടിൽ നിന്നാളോ ടാറ്റ ബൈ.